നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കോട്ടയത്ത് വെർച്വൽ അറസ്റ്റ് തട്ടിപ്പ്. ചങ്ങനാശ്ശേരിയിലെ ഡോക്ടറെ പോലീസ് അതിസാഹസികമായാണ് രക്ഷപ്പെടുത്തിയിരിക്കുന്നത്. കോട്ടയം പെരുന്നയിലെ ഡോക്ടറിൽ നിന്ന് 5 ലക്ഷത്തോളം രൂപയാണ് തട്ടിപ്പുകാർ തട്ടിയെടുത്തത്. പോലീസ് ഇടപെടലിനെ തുടർന്ന് 4,35,000 രൂപ തിരിച്ചു പിടിച്ചു. മുംബൈ പോലീസ് എന്ന പേരിലായിരുന്നു തട്ടിപ്പ്. ഡോക്ടറുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ ബാങ്ക് അധികൃതർ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. ഉത്തരേന്ത്യൻ അക്കൗണ്ടിലേക്ക് പണം അയക്കാനായിരുന്നു ഡോക്ടർ ബാങ്കിൽ എത്തിയത്. RBI, സുപ്രീം കോടതി എന്നിവയുടെ വ്യാജ സർട്ടിഫിക്കറ്റുകൾ തട്ടിപ്പുകാർ അയച്ചു നൽകിയിരുന്നു ഡോക്ടർക്ക്. പോലീസിലെ കൃത്യമായ ഇടപെടലിനെ തുടർന്നാണ് വലിയ തുക നഷ്ടമാകുന്നത് ഒഴിവായത്. അതേസമയം തട്ടിപ്പിനിരയായ ഡോക്ടർ പോലീസുമായി സഹകരിച്ചില്ല എന്നൊരു ആരോപണവും ശക്തമാകുന്നുണ്ട്. എന്തായാലും ഇന്ന് കോട്ടയം SP മാധ്യമങ്ങളോട് ഈ വിഷയത്തെ സംബന്ധിച്ച് സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത്. പ്രശ്നമൊന്നുമില്ല, എല്ലാം ഓൾ ഓക്കെ എന്നുള്ള രീതിയിൽ പറഞ്ഞെങ്കിലും ഇദ്ദേഹം പാനിക്കാണ്. പിന്നെ അത് മാത്രമല്ല, ഇൻസ്പെക്ടർ അകത്തിരിക്കുന്ന ഫോൺ കോളിൽ ഹിന്ദിയിൽ സംസാരിക്കുന്നത് കേട്ടു. ഈ ഫോൺ കോൾ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ പുറത്തേക്ക് പോകരുത് എന്നുള്ള രീതിയിലാണ്, ഫോൺ കോളിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ പുറത്തേക്ക് പോകരുത് എന്ന് ഹിന്ദിയിൽ പറയുന്നത് ഇൻസ്പെക്ടറുടെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ ഇദ്ദേഹം അകത്ത് കയറി വാതിലടയ്ക്കാൻ പോയപ്പോൾ ഇൻസ്പെക്ടറും കൂടെ കയറി അല്പം അദ്ദേഹത്തിൻ്റെ സമ്മതത്തിനെതിരായിട്ട് നമ്മൾ അകത്ത് കയറി അദ്ദേഹത്തിൻ്റെ ഫോൺ വാങ്ങി പരിശോധിച്ചപ്പോഴാണ് മുംബൈ പോലീസ് എന്നുള്ള നിലയ്ക്ക് വെർച്വൽ അറസ്റ്റിൻ്റെ ഫ്രോഡ്സ്റ്റേഴ്സ് ഇരുന്നത്. അപ്പോൾ നമ്മൾ കേരള പോലീസാണെന്ന് പറയുകയും തിരിച്ച് അവരെ ചോദ്യം ചെയ്തത് അവർക്ക് മനസ്സിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഈ 1930 വിളിച്ചത് പ്രകാരവും അതുപോലെ ബാങ്കിൻ്റെ ഫിനാൻഷ്യൽ ഇൻ്റലിജൻസ് യൂണിറ്റ് ഇടപെട്ടതും മൂലം ഈ 5 ലക്ഷം രൂപയോളം ട്രാൻസാക്ഷൻ ചെയ്തതിൽ 4,65,000 രൂപ ഫ്രീസ് ചെയ്യപ്പെട്ടു. ബാക്കി 65,000 രൂപയാണ് നഷ്ടപ്പെട്ടിട്ടുള്ളൂ. അപ്പോൾ പരാതിക്കാരൻ നമുക്ക് ബാക്കി ഡീറ്റെയിൽസൊക്കെ അയച്ചു തന്നു. ഈ പറഞ്ഞ ഇതാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പേരിൽ വന്നിരിക്കുന്നത്. ക്ലബിലോ